യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, മഹനായും ലോഗോസ് ബൈബിൾ ക്വിസ് പ്രഭാഷകന്റെ ഗ്രന്ഥം അധ്യായം 44 ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ ചോദ്യം: പ്രഭാഷകന്റെ ഗ്രന്ഥം 44 അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം: 23 വാക്യങ്ങൾ. പ്രഭാഷകന്റെ ഗ്രന്ഥം 44 അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളാണുള്ളത്? ഉത്തരം: 3 ശീർഷകങ്ങൾ. പ്രഭാഷകന്റെ ഗ്രന്ഥം 44 അധ്യായത്തിലെ ആദ്യ ശീർഷകം ഏതാണ്? ഉത്തരം: പിതാക്കന്മാരുടെ മഹത്വം. 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് പിതാക്കന്മാരുടെ മഹത്വം എന്ന ശീർഷകത്തിലുള്ളത്. പ്രഭാഷകൻ 44:1 നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും തലമുറക്രമത്തിൽ പ്രകീർത്തിക്കാം. പ്രഭാഷകൻ 44:1. നമുക്ക് ആരെ പ്രകീർത്തിക്കാം എന്നാണ് പ്രഭാഷകൻ 44:1 പറയുന്നത്? ഉത്തരം: മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും. മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും നമുക്ക് പ്രകീർത്തിക്കാം. മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും എന്ത് ചെയ്യാമെന്നാണ് പ്രഭാഷകൻ 44:1 പറയുന്നത്? ഉത്തരം: പ്രകീർത്തിക്കാം. മഹത്തുക്കളെയും പൂർവ്വപിതാക്കന്മാരെയും എപ്രകാരം പ്രകീർത്തിക്കാം എന്നാണ് പ്രഭാഷകൻ 44:1 പറയുന്നത്? ഉത്തരം: തലമുറക്രമത്തിൽ. തലമുറക്രമത്തിൽ. പ്രഭാഷകൻ 44:2 കർത്താവ് ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി. പ്രഭാഷകൻ 44:2. കർത്താവ് ആദ്യം മുതൽ തന്നെ അവർക്ക് എന്താണ് ഓഹരിയായി നൽകിയത്? ഉത്തരം: തൻ്റെ പ്രതാപവും മഹത്വവും. തൻ്റെ പ്രതാപവും മഹത്വവും. കർത്താവ് തൻ്റെ പ്രതാപവും മഹത്വവും എപ്പോഴാണ് അവർക്ക് ഓഹരിയായി നൽകിയത്? ഉത്തരം: ആദ്യം മുതൽ. കർത്താവ് ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും ആർക്കാണ് ഓഹരിയായി നൽകിയത്? ഉത്തരം: മഹത്തുക്കൾക്കും നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്കും. മഹത്തുക്കൾക്കും നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്കും. പ്രഭാഷകൻ 44:3 രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും പ്രവാചകന്മാരും അവരുടെ ഇടയിലുണ്ടായിരുന്നു. പ്രഭാഷകൻ 44:3. രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും പ്രവാചകന്മാരും ആരുടെ ഇടയിലാണ് ഉണ്ടായിരുന്നത്? ഉത്തരം: മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും. പ്രഭാഷകൻ 44:3 അനുസരിച്ച് മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും ഇടയിലുണ്ടായിരുന്നത് ആരാണ്? ഉത്തരം: രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും. മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും ഇടയിലുണ്ടായിരുന്ന കീർത്തിയുറ്റവർ ആരായിരുന്നു? ഉത്തരം: ബലശാലികൾ. മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും കൂട്ടത്തിൽ ഉണ്ടായിരുന്നവരിൽ ചിലർ എങ്ങനെയാണ് ഉപദേശം നൽകിയിരുന്നത്? ഉത്തരം: ജ്ഞാനത്താൽ. പ്രഭാഷകൻ 44:4 ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തവരും വിവേകപൂർവമായ ഉപദേശം നൽകിയവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. പ്രഭാഷകൻ 44:4. ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തവരും വിവേകപൂർവമായ ഉപദേശം നൽകിയവരും ആരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു? ഉത്തരം: മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും. മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും ഇടയിലുണ്ടായിരുന്ന ചിലർ ജനത്തിന് എങ്ങനെയാണ് നേതൃത്വം കൊടുത്തത്? ഉത്തരം: ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും. ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ചിലർ ആർക്കാണ് നേതൃത്വം കൊടുത്തത്? ഉത്തരം: ജനത്തിന്. പ്രഭാഷകൻ 44:4 പ്രകാരം അക്കൂട്ടത്തിലുണ്ടായിരുന്നവർ ആരാണ്? ഉത്തരം: ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തവരും വിവേകപൂർവമായ ഉപദേശം നൽകിയവരും. എങ്ങനെയുള്ള ഉപദേശം നൽകിയവരാണ് അക്കൂട്ടത്തിലുണ്ടായിരുന്നത്? ഉത്തരം: വിവേകപൂർവമായ ഉപദേശം. പ്രഭാഷകൻ 44:5 ചിലർ സംഗീതജ്ഞന്മാരും കവികളുമായിരുന്നു. ചിലർ സംഗീതജ്ഞന്മാരും കവികളുമായിരുന്നു. പ്രഭാഷകൻ 44:5. ചിലർ സംഗീതജ്ഞന്മാരും കവികളുമായിരുന്നുവെന്ന് പ്രഭാഷകൻ 44:5 പരാമർശിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം: മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും ഇടയിലുണ്ടായിരുന്ന ചിലരെക്കുറിച്ച്. മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും ഇടയിലുണ്ടായിരുന്ന ചിലരെക്കുറിച്ച്. സംഗീതജ്ഞന്മാരും കവികളുമായിരുന്നവർ ആരാണ്? ഉത്തരം: മഹത്തുക്കളും പൂർവ്വപിതാക്കന്മാരും ആയിരുന്നവരിൽ ചിലർ. പ്രഭാഷകൻ 44:6 വിഭവസമൃദ്ധിയുള്ളവരും സ്വവസതികളിൽ സമാധാനപൂർവ്വം വസിച്ചവരുമാണ് ചിലർ. പ്രഭാഷകൻ 44:6. ചിലർ എവിടെയാണ് സമാധാനപൂർവ്വം വസിച്ചത്? ഉത്തരം: സ്വവസതിയിൽ.
സ്വവസതികളിൽ സമാധാനപൂർവ്വം വസിച്ചവരുമായ ചിലർ എന്തുള്ളവരായിരുന്നു? ഉത്തരം വിഭവസമൃദ്ധിയുള്ളവർ. പ്രഭാഷകൻ 44:7 ഇവർ തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിൻ്റെ മഹിമയുമായിരുന്നു. പ്രഭാഷകൻ 44:7 ആരാണ് തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിൻ്റെ മഹിമയുമായിരുന്നവർ? ഉത്തരം മഹത്തുക്കളും നമ്മുടെ പൂർവ്വപിതാക്കന്മാരിൽ ചിലരും. കാലത്തിൻ്റെ മഹിമ ആയിരുന്നവർ ആരാണ്? ഉത്തരം മഹത്തുക്കളും നമ്മുടെ പൂർവ്വപിതാക്കന്മാരിൽ ചിലരും. പ്രഭാഷകൻ 44:8 ജനങ്ങൾ പ്രകീർത്തിച്ച പ്രസിദ്ധരാണ് ചിലർ. പ്രഭാഷകൻ 44:8 ജനങ്ങൾ പ്രകീർത്തിച്ച പ്രസിദ്ധരാണ് ചിലർ എന്ന് പ്രഭാഷകൻ 44:8 പറയുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും കുറിച്ച്. പ്രഭാഷകൻ 44:8 മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ജനങ്ങൾ പ്രകീർത്തിച്ച പ്രസിദ്ധർ. പ്രഭാഷകൻ 44:9 സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവരുമുണ്ട്. ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് അവർ മൺമറഞ്ഞു. അവരുടെ മക്കളും അങ്ങനെ തന്നെ. പ്രഭാഷകൻ 44:9 എങ്ങനെ മാഞ്ഞുപോയവരുണ്ട് എന്നാണ് പ്രഭാഷകൻ 44:9 പറയുന്നത്? ഉത്തരം സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവരുണ്ട്. സ്മരണ അവശേഷിപ്പിക്കാതെ എന്ത് ചെയ്തവരുമുണ്ട്? ഉത്തരം മാഞ്ഞുപോയവരുമുണ്ട്. സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവർ എങ്ങനെയാണ് മൺമറഞ്ഞത്? ഉത്തരം ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് മൺമറഞ്ഞു പോയവർ ആരാണ്? ഉത്തരം സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവർ. അവരുടെ മക്കളും അങ്ങനെ തന്നെ. ആരുടെ മക്കളാണവർ? ഉത്തരം ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവരുടെ മക്കൾ. ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവരുടെ മക്കൾ. സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവർ ആരാണ്? ഉത്തരം മഹത്തുക്കളും നമ്മുടെ പൂർവ്വപിതാക്കന്മാരിൽ ചിലരും. പ്രഭാഷകൻ 44:10 എന്നാൽ അവർ കാരുണ്യമുള്ളവരായിരുന്നു. അവരുടെ സൽപ്രവൃത്തികൾ വിസ്മരിക്കപ്പെട്ടിട്ടില്ല. അവർ എന്തുള്ളവരായിരുന്നു എന്നാണ് പ്രഭാഷകൻ 44:10 പറയുന്നത്? ഉത്തരം അവർ കാരുണ്യമുള്ളവരായിരുന്നു. അവരുടെ എന്ത് വിസ്മരിക്കപ്പെട്ടിട്ടില്ല? ഉത്തരം സൽപ്രവൃത്തികൾ. അവരുടെ സൽപ്രവൃത്തികൾ വിസ്മരിക്കപ്പെട്ടിട്ടില്ല. ആരുടെ സത്പ്രവൃത്തികളാണ് വിസ്മരിക്കപ്പെടാതിരുന്നത്? ഉത്തരം മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും സത്പ്രവൃത്തികളാണ് വിസ്മരിക്കപ്പെടാതിരുന്നത്. പ്രഭാഷകൻ 44:11 അവരുടെ ഐശ്വര്യം അവരുടെ പിൻഗാമികളിലും അവരുടെ അവകാശം മക്കളുടെ മക്കളിലും നിലനിൽക്കും. പ്രഭാഷകൻ 44:11 അവരുടെ ഐശ്വര്യം ആരിലാണ് നിലനിൽക്കുന്നത്? ഉത്തരം അവരുടെ പിൻഗാമികളിൽ. അവരുടെ ഐശ്വര്യം അവരുടെ പിൻഗാമികളിൽ നിലനിൽക്കുന്നു. അവരുടെ പിൻഗാമികളിൽ നിലനിൽക്കുന്നത് എന്താണ്? ഉത്തരം അവരുടെ ഐശ്വര്യം. അവരുടെ അവകാശം ആരിലാണ് നിലനിൽക്കുന്നത്? ഉത്തരം മക്കളുടെ മക്കളിൽ. അവരുടെ അവകാശം മക്കളുടെ മക്കളിലാണ് നിലനിൽക്കുന്നത്. മക്കളുടെ മക്കളിൽ നിലനിൽക്കുന്നത് എന്താണ്? ഉത്തരം അവരുടെ അവകാശം. പ്രഭാഷകൻ 44:12 അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും. അവരുടെ മക്കളും അവയ്ക്കു വേണ്ടി നിലകൊള്ളും. പ്രഭാഷകൻ 44:12 അവരുടെ സന്തതികൾ എന്താണ് പാലിക്കുന്നത്? ഉത്തരം ഉടമ്പടികൾ. ആരുടെ സന്തതികളാണ് ഉടമ്പടികൾ പാലിക്കുന്നത്? ഉത്തരം മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും. അവരുടെ മക്കളും അവയ്ക്കു വേണ്ടി നിലകൊള്ളും. പ്രഭാഷകൻ 44:12 അനുസരിച്ച് അവരുടെ മക്കൾ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? ഉത്തരം ഉടമ്പടികൾ പാലിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഉടമ്പടികൾക്ക് വേണ്ടി. ആരുടെ സന്തതികളാണ് ഉടമ്പടികൾ പാലിക്കുന്നത്? ഉത്തരം മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും മക്കൾ. പ്രഭാഷകൻ 44:13 അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും. അവരുടെ പ്രതാപം മാഞ്ഞു പോവുകയില്ല. പ്രഭാഷകൻ 44:13 എന്നേക്കും നിലനിൽക്കുന്നതാരാണ്? ഉത്തരം അവരുടെ ഭാവി തലമുറ.
മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും ഭാവി തലമുറ. അവരുടെ എന്ത് മാഞ്ഞു പോവുകയില്ല? ഉത്തരം പ്രതാപം. അവരുടെ പ്രതാപം മാഞ്ഞു പോവുകയില്ല. പ്രഭാഷകൻ 44:14. അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു, അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും. പ്രഭാഷകൻ 44:14. ആരാണ് സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടത്? ഉത്തരം മഹത്തുക്കളും നമ്മുടെ പൂർവ്വപിതാക്കന്മാരും. മഹത്തുക്കളും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുമാണ് സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടത്. അവരുടെ പേര് എന്തുതോറും നിലനിൽക്കുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം തലമുറകൾ തോറും. അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും. പ്രഭാഷകൻ 44:15. അവരുടെ വിജ്ഞാനം ജനതകൾ പ്രഘോഷിക്കും, സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും. പ്രഭാഷകൻ 44:15. അവരുടെ വിജ്ഞാനം പ്രഘോഷിക്കുന്നത് ആരാണ്? ഉത്തരം ജനതകൾ. അവരുടെ വിജ്ഞാനം പ്രഘോഷിക്കുന്നത് ജനതകളാണ്. ആരുടെ വിജ്ഞാനമാണ് ജനതകൾ പ്രഘോഷിക്കുന്നത്? ഉത്തരം മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും. സമൂഹം അവരെ എന്തു ചെയ്യും? ഉത്തരം പ്രകീർത്തിക്കും. അവരെ പ്രകീർത്തിക്കുന്നത് ആരാണ്? ഉത്തരം സമൂഹം. സമൂഹം അവരെ പ്രകീർത്തിക്കും. ആരെയാണ് സമൂഹം പ്രകീർത്തിക്കുന്നത്? ഉത്തരം മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും. പ്രഭാഷകൻ 44-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ ശീർഷകമേതാണ്? ഉത്തരം ഹേനോക്ക്, നോഹ. 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് ഹേനോക്ക്, നോഹ എന്ന ശീർഷകത്തിലുള്ളത്. പ്രഭാഷകൻ 44:16. ഹെനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി, അവൻ ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിൻ്റെ മാതൃകയാണ്. പ്രഭാഷകൻ 44:16. പ്രഭാഷകൻ 44:16 പ്രകാരം കർത്താവിനെ പ്രീതിപ്പെടുത്തിയതാരാണ്? ഉത്തരം ഹെനോക്ക്. ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടത് ആരാണ്? ഉത്തരം ഹെനോക്ക്. എല്ലാ തലമുറകൾക്കും അനുതാപത്തിൻ്റെ മാതൃക ആരാണ്? ഉത്തരം ഹെനോക്ക്. ഹെനോക്ക് ആർക്കാണ് അനുതാപത്തിൻ്റെ മാതൃക ആയിരിക്കുന്നത്? ഉത്തരം എല്ലാ തലമുറകൾക്കും. ഹെനോക്ക് എല്ലാ തലമുറകൾക്കും അനുതാപത്തിൻ്റെ മാതൃകയാണ്. പ്രഭാഷകൻ 44:17. നോഹ തികഞ്ഞ നീതിമാനായിരുന്നു, വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ. അങ്ങനെ ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ഒരു വിഭാഗം നിലനിന്നു. പ്രഭാഷകൻ 44:17. പ്രഭാഷകൻ 44:16 അനുസരിച്ച് തികഞ്ഞ നീതിമാനായിരുന്നതാരാണ്? ഉത്തരം നോഹ. ആരാണ് വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുള? നോഹ. നോഹയാണ് വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുള. എങ്ങനെയാണ് ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നത്? ഉത്തരം നോഹ വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ടതിനാൽ. ജലപ്രളയത്തിന് ശേഷം എന്താണ് ഭൂമിയിൽ നിലനിന്നത്? ഉത്തരം ഒരു ഭാഗം. പ്രഭാഷകൻ 44:18. മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി അവനുമായി ചെയ്യപ്പെട്ടു. പ്രഭാഷകൻ 44:18. മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി ആരുമായിട്ടാണ് ചെയ്യപ്പെട്ടത്? ഉത്തരം നോഹയുമായി. പ്രഭാഷകൻ 44-ൽ ആദ്യമായി പരാമർശിക്കപ്പെട്ടിരിക്കുന്ന പൂർവ്വപിതാവ് ആരാണ്? ഉത്തരം ഹെനോക്ക്. പ്രഭാഷകൻ 44-ൽ രണ്ടാമതായി പറയപ്പെട്ടിരിക്കുന്ന പൂർവ്വപിതാവ് ആരാണ്? ഉത്തരം നോഹ. പ്രഭാഷകൻ 44-ൻ്റെ 3-ാമത്തെ ശീർഷകം എന്താണ്? ഉത്തരം അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ്. 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ് ഈ 3-ാമത്തെ ശീർഷകത്തിലുള്ളത്. പ്രഭാഷകൻ 44:19. അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നു അബ്രാഹം, മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല. പ്രഭാഷകൻ 44:19. അബ്രാഹം ആരായിരുന്നു? ഉത്തരം അനേക ജനതകളുടെ പൂർവ്വപിതാവ്. അനേക ജനതകളുടെ പൂർവ്വപിതാവ്. അനേക ജനതകളുടെ പൂർവ്വപിതാവ് ആരായിരുന്നു? ഉത്തരം അബ്രാഹം. അനേക ജനതകളുടെ പൂർവ്വപിതാവ് അബ്രാഹമായിരുന്നു. പ്രഭാഷകൻ 44:19 പ്രകാരം മഹത്വത്തിൽ സമനായി ആരുമില്ലാത്തത് ആർക്കാണ്? ഉത്തരം അബ്രാഹത്തിന്. അബ്രാഹത്തിന് മഹത്വത്തിൽ സമനായി ആരുമില്ല. പ്രഭാഷകൻ 44:20. അവൻ അത്യുന്നതൻ്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചു. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു. പ്രഭാഷകൻ 44:20.
പ്രഭാഷകൻ 44:20 അനുസരിച്ച് അത്യുന്നതന്റെ നിയമം പാലിച്ചത് ആരാണ്? ഉത്തരം അബ്രാഹം. അബ്രാഹവുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ടത് ആരാണ്? ഉത്തരം അത്യുന്നതൻ. അത്യുന്നതൻ ആരുമായിട്ടാണ് ഉടമ്പടിയിൽ ഏർപ്പെട്ടത്? ഉത്തരം അബ്രാഹവുമായി. അബ്രാഹം സ്വശരീരത്തിൽ എന്താണ് പതിച്ചത്? ഉത്തരം ഉടമ്പടിയുടെ മുദ്ര. ആരാണ് സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചത്? ഉത്തരം അബ്രാഹം. അബ്രാഹം എവിടെയാണ് ഉടമ്പടിയുടെ മുദ്ര പതിച്ചത്? ഉത്തരം സ്വശരീരത്തിൽ. എപ്പോഴാണ് അബ്രാഹം തൻ്റെ വിശ്വസ്തത തെളിയിച്ചത്? ഉത്തരം പരീക്ഷിക്കപ്പെട്ടപ്പോൾ. പരീക്ഷിക്കപ്പെട്ടപ്പോൾ തൻ്റെ വിശ്വസ്തത തെളിയിച്ച പൂർവ്വപിതാവ് ആരാണ്? ഉത്തരം അബ്രാഹം. പ്രഭാഷകൻ 44-ൽ മൂന്നാമതായി പരാമർശിക്കപ്പെടുന്ന പൂർവ്വപിതാവ് ആരാണ്? ഉത്തരം അബ്രാഹം. പ്രഭാഷകൻ 44:21 അതിനാൽ അവൻ്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് ശപഥം ചെയ്തു. ഭൂമിയിലെ മണൽത്തരി പോലെ അവനെ വർദ്ധിപ്പിക്കുമെന്നും അവൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്നും അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തുമെന്നും അവന് വാഗ്ദാനം ലഭിച്ചു. കർത്താവ് അബ്രാഹത്തോട് എന്താണ് ശപഥം ചെയ്തത്? ഉത്തരം അവൻ്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന്. ആരുടെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് കർത്താവ് ശപഥം ചെയ്തത്? ഉത്തരം അബ്രാഹത്തിൻ്റെ. അബ്രാഹത്തിൻ്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടും. ജനതകൾ ആരു വഴിയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്? ഉത്തരം അബ്രാഹത്തിൻ്റെ സന്തതി വഴി. ജനതകൾ അബ്രാഹത്തിൻ്റെ സന്തതി വഴിയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. ഭൂമിയിലെ മണൽത്തരി പോലെ വർദ്ധിപ്പിക്കുന്നത് ആരെയാണ്? ഉത്തരം അബ്രാഹത്തെ. അബ്രാഹത്തെ ഭൂമിയിലെ മണൽത്തരി പോലെ വർദ്ധിപ്പിക്കും. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുന്നത് ആരാണ്? ഉത്തരം അബ്രാഹത്തിൻ്റെ സന്തതി. അബ്രാഹത്തിൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകും. അബ്രാഹത്തിൻ്റെ സന്തതി എങ്ങനെയാണ് പെരുകുന്നത്? ഉത്തരം ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ. അബ്രാഹത്തിൻ്റെ സന്തതികൾ എവിടം വരെയാണ് അവകാശമാക്കുന്നത്? ഉത്തരം സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും. സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും. അബ്രാഹത്തിൻ്റെ സന്തതി സമുദ്രം മുതൽ എവിടം വരെയാണ് അവകാശമാക്കുന്നത്? ഉത്തരം സമുദ്രം വരെ. സമുദ്രം മുതൽ സമുദ്രം വരെ. മഹാനദി മുതൽ എവിടം വരെ അവകാശമാക്കാൻ ഇടവരുത്തുമെന്നാണ് അബ്രാഹത്തിന് വാഗ്ദാനം ലഭിച്ചത്? ഉത്തരം ഭൂമിയുടെ അതിർത്തികൾ വരെ. അബ്രാഹത്തിന് ലഭിച്ച വാഗ്ദാനങ്ങൾ എത്ര? ഏതെല്ലാം? 3 വാഗ്ദാനങ്ങൾ. ഭൂമിയിലെ മണൽത്തരി പോലെ അവനെ വർദ്ധിപ്പിക്കും. അവൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകും. അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തും. പ്രഭാഷകൻ 44:22 ഇസഹാക്കിനും പിതാവായ അബ്രാഹം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടു. പ്രഭാഷകൻ 44:22 ഇസഹാക്കിന് ആര് മൂലമാണ് അതേ വാഗ്ദാനം നൽകപ്പെട്ടത്? ഉത്തരം പിതാവായ അബ്രാഹം മൂലം. ആർക്ക് നൽകിയ വാഗ്ദാനങ്ങളാണ് ഇസഹാക്കിന് നൽകപ്പെട്ടത്? ഉത്തരം പിതാവായ അബ്രാഹത്തിന്. പ്രഭാഷകൻ 44:23 എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും യാക്കോബിൻ്റെ ശിരസിൽ അവിടുന്ന് വെച്ചു. അവിടുന്ന് അവനെ അംഗീകരിച്ച് പൈതൃക അവകാശം നൽകി. അവിടുന്ന് ഓഹരി നിശ്ചയിച്ച് അത് 12 ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു. പ്രഭാഷകൻ 44:23 എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും അവിടുന്ന് ആരുടെ ശിരസിലാണ് വെച്ചത്? ഉത്തരം യാക്കോബിൻ്റെ. അവിടുന്ന് അംഗീകരിച്ച് പൈതൃകാവകാശം നൽകിയത് ആർക്കാണ്? ഉത്തരം യാക്കോബിന്. അവിടുന്ന് അംഗീകരിച്ചത് ആരെയാണ്? ഉത്തരം യാക്കോബിനെ. അവിടുന്ന് അംഗീകരിച്ചത് യാക്കോബിനെയാണ്. അവിടുന്ന് പൈതൃകാവകാശം നൽകിയത് ആർക്കാണ്? ഉത്തരം യാക്കോബിന്. അവിടുന്ന് ഓഹരി നിശ്ചയിച്ച് ആർക്കാണ് ഭാഗിച്ചു കൊടുത്തത്? ഉത്തരം 12 ഗോത്രങ്ങൾക്ക്. 12 ഗോത്രങ്ങൾക്ക് അവിടുന്ന് എന്താണ് ഭാഗിച്ചു കൊടുത്തത്? ഉത്തരം ഓഹരി. 12 ഗോത്രങ്ങൾക്കായി അവിടുന്ന് എങ്ങനെയാണ് ഓഹരി നൽകിയത്? ഉത്തരം ഓഹരി നിശ്ചയിച്ച് ഭാഗിച്ചു കൊടുത്തു. ഓഹരി നിശ്ചയിച്ച് ഭാഗിച്ചു കൊടുത്തു. പ്രഭാഷകൻ 44-ാം അധ്യായത്തിൽ എത്ര പൂർവ്വപിതാക്കന്മാരുടെ പേരുകളാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം 5. 5 പൂർവ്വപിതാക്കന്മാരുടെ പേരുകളാണ് പറഞ്ഞിരിക്കുന്നത്. പ്രഭാഷകൻ 44-ാം അധ്യായത്തിൽ പരാമർശിക്കപ്പെടുന്ന പൂർവ്വപിതാക്കന്മാർ ആരൊക്കെയാണെന്ന് ക്രമപ്രകാരം പറയുക. 1 ഹേനോക്ക്, 2 നോഹ, 3 അബ്രാഹം, 4 ഇസഹാക്ക്,
5 യാക്കോബ്. യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, പ്രഭാഷകന്റെ ഗ്രന്ഥം 44-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.